എഞ്ചിനീയറും ഡോക്ടറും ചാർട്ടേഡ് അക്കൗണ്ടന്റും തത്തുല്യമായിട്ടുള്ളതുമാകാൻ ആഗ്രഹിക്കുന്നത് അതിൽ നിന്ന് ലഭിക്കാൻ സാധ്യതയുള്ള പണം മാത്രം. വലിയ തുക കിട്ടിയാൽ, വലിയ ശമ്പളം കിട്ടിയാൽ ജീവിതം സന്തോഷകരമായിരിക്കും എന്ന് നിങ്ങളോട് നിങ്ങളുടെ മുതിർന്നവർ പറഞ്ഞു തന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വലിയ പണം കിട്ടുന്ന ജോലി നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരൊറ്റ ചോദ്യം: നിങ്ങളുടെ അച്ഛനമ്മമാര് നല്ലവണ്ണം സമ്പാദിക്കുന്നവരായിരിക്കും, നിങ്ങളെ അത്യാവശ്യം നന്നായിട്ട് നോക്കുന്നവരുമായിരിക്കും, നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഒരു വലിയ പരിധി വരെ സാധിച്ചു തരുന്നവരുമായിരിക്കും. നിങ്ങളുടെ അച്ഛനമ്മമാർക്ക് അവർക്ക് കിട്ടുന്ന പണം കൊണ്ട് സന്തോഷം ഉണ്ടോ ഇല്ലയോ? അവർ വീട്ടിൽ സമാധാനത്തോടു കൂടിയാണോ കഴിയുന്നത്? നിങ്ങൾക്കറിയാവുന്ന നിങ്ങളുടെ ബന്ധുക്കളായിട്ടുള്ള ധനികർ സമാധാനത്തോടുകൂടിയും സന്തോഷത്തോടു കൂടിയുമാണോ കഴിയുന്നത്? അവർ ഒരു പക്ഷെ വില കൂടിയ വസ്ത്രങ്ങളായിരിക്കാം ധരിക്കുന്നത്, വലിയ കാറുകളിലായിരിക്കാം സഞ്ചരിക്കുന്നത്, നല്ല കമ്പ്യൂട്ടർ സിസ്റ്റംസ് ആയിരിക്കാം ഉപയോഗിക്കുന്നത്, നല്ല ആഹാരമായിരിക്കാം കഴിക്കുന്നത്. പക്ഷെ അവരുടെ മനസ്സിൽ സമാധാനവും സന്തോഷവും ഉണ്ടോ? ഇല്ലെങ്കിൽ അതേപോലെ പണം സമ്പാദിക്കുന്ന ഒരു ജോലിയിൽ നിങ്ങൾ പ്രവേശിച്ചാൽ നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും ഉണ്ടാകും എന്ന് കരുതിയാൽ അത് ശരിയാണോ? പണം കൊടുത്തു വാങ്ങാവുന്നതാണ് സന്തോഷമെങ്കിൽ പണമുള്ളവർക്കെല്ലാം സന്തോഷമുണ്ടാകണം. പണമുള്ളവരിൽ ഏറിയ ഭാഗം ആൾക്കാർക്കും സന്തോഷമുണ്ടാകുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പണമല്ല സന്തോഷത്തിന്റെ കാരണം. വളരെ സിമ്പിൾ ലോജിക്കാണ്. ഇഫ് എ ഈസ് ഈക്വൽ ടു ബി, ബി ഈസ് ഈക്വൽ ടു സി, ദെൻ എ ഈസ് ഈക്വൽ ടു സി. വളരെ സിമ്പിൾ ലോജിക്കാണത്. ഒന്ന് നോക്കിയാൽ ഞാൻ ഈ പറയണത് ശരിയാണെന്ന് മനസ്സിലാവും. അപ്പൊ സന്തോഷമാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനം. നിങ്ങൾ എന്തിനാ അടിച്ചു പൊളിക്കുന്നത്? അടിച്ചു പൊളിക്കുമ്പം ഒരു രസ, ആ രസം അനുഭവിക്കാനാണ് അടിച്ചു പൊളിക്കുന്നത്. എന്ത് ചെയ്യുന്നതും അതെ. സിനിമ കാണുന്നത് എന്തിനാ? സന്തോഷിക്കാനാണ്. ജീവിതത്തിൽ എന്ത് ചെയ്യുന്നതും ആ രസം അനുഭവിക്കാനാണ്. അടിച്ചു പൊളിച്ച് കറങ്ങി നടക്കുമ്പം കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ഇപ്പൊ തന്നെ ആ മോഹം ഉണ്ടാവും, ഒരു ബൈക്ക് സംഘടിപ്പിക്കണം, ബൈക്കിലൊന്ന് ചെത്തി നടക്കണം. കാറ് വാങ്ങണം എന്നൊന്നും ഇപ്പൊ ആഗ്രഹം ഉണ്ടാവില്ല. സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് സൈക്കിൾ വേണമെന്നേ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ബൈക്കിലായി. കുറച്ചു കഴിഞ്ഞാൽ അത് കാറിലേക്കാകും, പല കാര്യങ്ങളിലേക്ക് മാറും. പക്ഷെ ഈ ആഗ്രഹം മാറാൻ കാരണം എന്താ? ബൈക്ക് സഞ്ചരിക്കുമ്പം ചെത്തി നടക്കുമ്പം ഒരു സന്തോഷമാണ്. ബൈക്ക് നടക്കാനല്ല, സന്തോഷിക്കാനാണ് നമ്മളത് ചെയ്യുന്നത്. സിനിമ കാണുന്നത് സന്തോഷിക്കാനാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ വികൃതികളും കുസൃതികളും സന്തോഷിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. സന്തോഷം പണം കിട്ടിയാൽ കിട്ടും എന്ന് വിചാരിച്ചിട്ട്, പണമുണ്ടായാൽ സന്തോഷമുണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ മുതിർന്നവർ അങ്ങനെ നമ്മളോട് പറഞ്ഞിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ മുതിർന്നവരോട് ഒരിക്കൽ പോലും ചോദിക്കുന്നില്ല, അച്ഛാ അമ്മേ, നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അത്യാവശ്യത്തിന് പൈസ ഉണ്ടായിട്ടും നിങ്ങളെന്താ സന്തോഷിച്ച് കാണാത്തത് എന്ന്, നിങ്ങളെന്താ ചിരിച്ച് കാണാത്തത്? എപ്പോഴും ടെൻസാണ് അവർ. എന്താ കാര്യം? പണമല്ല സന്തോഷം തരുന്നത്, പിന്നെ എന്തായിരിക്കും സന്തോഷം തരുന്നത്? അവനവന് ഇഷ്ടമുള്ളത് ചെയ്യാൻ സാധിക്കുമ്പോഴാണ് ഒരാൾക്ക് സന്തോഷമുണ്ടാകുന്നത്. പരീക്ഷകൾ വന്നെടുക്കുമ്പം നമുക്കെല്ലാവർക്കും ടെൻഷനാണ്. എന്താ കാര്യം? നമുക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല ഈ പരീക്ഷ എഴുതാൻ. വാസ്തവമാണത്. പരീക്ഷ എഴുതിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് നമ്മൾ പരീക്ഷ എഴുതുന്നത്, അല്ലേ? ഒരു ഓപ്ഷൻ തരികയാണ്, പരീക്ഷ എഴുതാതെയും പാസ്സാക്കാം, പരീക്ഷ എഴുതിയിട്ടും പാസ്സാക്കാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതാ ഓപ്ഷനാ സ്വീകരിക്കുക? പരീക്ഷ എഴുതാതെ പാസ്സായാൽ മതി. എന്താ കാര്യം? പരീക്ഷ നമുക്ക് ഇഷ്ടമല്ല. അപ്പൊ പരീക്ഷയൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഒരു ടെൻഷനാ. പരീക്ഷ കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം. എന്താ കാര്യം? ഇഷ്ടമുള്ളത് ചെയ്യാലോ. ഇഷ്ടമുള്ളത് എന്ന് പറഞ്ഞാൽ വിത്തിനെ ലിമിറ്റാണ് ആ ഇഷ്ടമുള്ളത്. ശരിയായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ വല്ലവന്റെ വീടിന് തീ വെക്കുന്നതാ ഇഷ്ടമെങ്കിൽ അതല്ല. അവനവന് ശരിയെന്ന് തോന്നുന്ന ഇഷ്ടമുള്ളത്, വേറൊരാൾക്ക് ബുദ്ധിമുട്ടില്ലാത്തത് ചെയ്യാമല്ലോ എന്ന സന്തോഷമാണ്. അപ്പൊ സന്തോഷം എവിടെയാ വരുന്നത്? ഇഷ്ടമുള്ളത് ചെയ്യാൻ. ഇഷ്ടമുള്ളത് ചെയ്യാൻ പണം ആവശ്യമാണ്. പക്ഷെ പണം ഉള്ളതുകൊണ്ട് ഇഷ്ടമുള്ളത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഇഷ്ടമുള്ളത് ചെയ്യാൻ പണം ആവശ്യമാണ്, പണമുള്ളത് കൊണ്ട് ഇഷ്ടമുള്ളത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല.
അപ്പൊ ഇഷ്ടമുള്ളത് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നിങ്ങളുടെ ഇഷ്ടം ആരാ കണ്ടുപിടിച്ചു തരിക? ഞാനോ നിങ്ങളോ? ഞാൻ നിങ്ങളുടെ ഇങ്ങനെ ഓരോരുത്തരുടെ അടുത്ത് വന്ന് ഒരു മാജിക് വാണ്ട് തലയിലിങ്ങനെ വെച്ച് 2 മിനിറ്റ് കണ്ണടച്ച് കഴിയുമ്പോൾ ഞാൻ പറയണ നിങ്ങൾക്ക് ഇന്നതൊക്കെയാണ് ഇഷ്ടം. വേറൊരാളുടെ തലയിൽ അതേ വടി വെച്ചിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇന്നതൊക്കെയാണ് ഇഷ്ടം. അത് റാഷണലാണോ? അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ തന്നെ അത് ശരിയാവുമോ? നമ്മുടെ ഇഷ്ടങ്ങൾ അപ്പൊ ആരാ കണ്ടുപിടിക്കേണ്ടത്? നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടങ്ങൾ ഞാനാണോ കണ്ടുപിടിക്കേണ്ടത്? നിങ്ങളാണോ കണ്ടുപിടിക്കേണ്ടത്? നിങ്ങളല്ലേ കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ ഇഷ്ടം കണ്ടുപിടിക്കും? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സുഹൃത്ത്, ഒരു കൂട്ടുകാരി, ആ കൂട്ടുകാരനും കൂട്ടുകാരിക്കും ഇഷ്ടമുള്ളത് കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കുക. നിങ്ങൾക്കറിയില്ല നിങ്ങളുടെ അടുത്ത കൂട്ടുകാരന് എന്താ ഇഷ്ടം. നിങ്ങൾ എങ്ങനെയാണ് ആ കൂട്ടുകാരൻ ഞാൻ പറയുമ്പോൾ കൂട്ടുകാരിന്ന് കൂടി എടുത്തോളണം, കൂട്ടുകാരന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ കണ്ടുപിടിക്കുക, ചോദിക്കാം അല്ലേ? ഇപ്പം നമ്മുടെ കൂട്ടുകാരൻ ഒരു പിറന്നാൾ വരികയാണ്, ഒരു ഡ്രസ്സ് വാങ്ങിക്കൊടുക്കണം പ്രസന്റേഷന്. അപ്പം അവന് ഇഷ്ടമുള്ള ഡ്രസ്സ് തന്നെ വാങ്ങിക്കൊടുക്കുകയാണല്ലോ നമ്മൾ ചെയ്യുക. അപ്പൊ നമ്മൾ അവനോട് ചോദിക്കുക ഏതാ നിറ ഇഷ്ടം എന്നൊക്കെ നമ്മൾ ചോദിക്കും. കാരണം ഇഷ്ടം അറിഞ്ഞ് അതിനനുസരിച്ച് കൊടുക്കണം. ഇഷ്ടമുള്ളത് കിട്ടുമ്പോഴാണ് സന്തോഷം ഉണ്ടാവുക. എങ്ങനെയാണ് നമ്മുടെ കൂട്ടുകാരന്റെയും കൂട്ടുകാരിയുടെയും ഇഷ്ടം നമ്മൾ മനസ്സിലാക്കുന്നത്? അവരുമായിട്ട് ഇടപഴകുമ്പോൾ അല്ലേ? അവരെ നമുക്കറിയില്ല. അമേരിക്കയിലിരിക്കുന്ന എന്റെ കൂട്ടുകാരനാകാൻ സാധ്യതയുള്ള ഒരാൾക്ക് അയാളുടെ ഇഷ്ടമനുസരിച്ച് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. എനിക്ക് നിങ്ങളുടെ ഇഷ്ടം അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? എനിക്ക് നിങ്ങളെ അറിയണം. ഇപ്പൊ നിങ്ങൾക്ക് എനിക്ക് ഇഷ്ടമുള്ളത് എന്താണെന്നറിയോ? അറിയില്ല. എനിക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണെന്നറിയോ? അറിയില്ല. എന്താ കാരണം? നമുക്ക് പരസ്പരം അറിയില്ല. അതുകൊണ്ട് പരസ്പരം അറിയാത്ത, പരസ്പരം അടുത്തിടപഴകാത്ത, പരസ്പരം സമയം ചെലവഴിക്കാത്ത ആൾക്കാർക്ക് അന്യോന്യം ഇഷ്ടാനിഷ്ടങ്ങൾ അറിയില്ല. അതിന് സംശയമൊന്നുമില്ലല്ലോ. സംശയമുണ്ടോ അതില്? കൂട്ടുകാരന്റെയോ കൂട്ടുകാരിയുടെയോ ഇഷ്ടം നമുക്കറിയണമെങ്കിൽ അവരെ നമുക്കറിഞ്ഞാലേ പറ്റുള്ളൂ എന്നുള്ളതിന് സംശയമുണ്ടോ? ഇല്ലല്ലോ. ഇനി കൂട്ടുകാരനെയും കൂട്ടുകാരിയും അങ്ങ് മാറ്റാം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കൂട്ടുകാരൻ ആരാ? കൂട്ടുകാരി ആരാ? നമ്മൾ തന്നെ. നമ്മളാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഫ്രണ്ടും ഏറ്റവും വലിയ എനിമിയും. എന്റെ കൂട്ടുകാരനായ എന്റെ ഇഷ്ടവും അനിഷ്ടവും എനിക്ക് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് എന്നെ അറിയണം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളെ അറിയോ? നിങ്ങൾക്ക് എന്താ വേണ്ടതെന്നും എന്താ വേണ്ടാത്തതെന്നും പരസ്യങ്ങളെ കേന്ദ്രീകരിച്ചിട്ടല്ല. പരസ്യത്തിൽ പലതും പറയും. മെമ്മറി ബൂസ്റ്റ് ചെയ്യാൻ കോൺഫ്ലെക്സ് കഴിച്ചാൽ മതി. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഗ്രഹണശക്തി കുറവായ നമുക്ക് തോന്നും അച്ഛാ അമ്മേ കുറച്ച് കോൺഫ്ലെക്സ് വാങ്ങിത്തരും, ഒന്ന് മെമ്മറി ബൂസ്റ്റ് ചെയ്യട്ടെ എന്നൊക്കെ നമുക്ക് തോന്നും. ബൂസ്റ്റ് ചെയ്തത് അയാൾക്ക് കിട്ടുന്ന കാശ് മാത്രമാണ്. മെമ്മറി ഒന്നും ഇത് കഴിച്ചാലൊന്നും ബൂസ്റ്റഡ് ആവുമൊന്നുമില്ല. മെമ്മറി ഇത് കഴിച്ചാൽ ബൂസ്റ്റഡ് ആവത്തില്ല. ബൂസ്റ്റ് ഇസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി എന്ന് ക്രിക്കറ്റ് താരങ്ങൾ പറയുന്നത് കേട്ട് ബൂസ്റ്റ് വാങ്ങിക്കഴിച്ചാൽ ബൂസ്റ്റ് കമ്പനിക്കും ക്രിക്കറ്റ് താരത്തിനും അല്ലാണ്ട് നിങ്ങൾക്കൊരു എനർജിയും കിട്ടാൻ പോകുന്നില്ല. ബൂസ്റ്റൊക്കെ അനവധി കഴിച്ചിട്ടുണ്ടാവുമല്ലോ നമ്മളൊക്കെ. അപ്പോ നമ്മൾ എങ്ങനെ നമ്മുടെ പരസ്യങ്ങളെ കേന്ദ്രീകരിച്ചിട്ടല്ല, അഡ്വർടൈസ്മെന്റ്സിനെ ബേസ് ചെയ്തിട്ടല്ല, വായിക്കുന്ന പുസ്തകങ്ങളെ ബേസ് ചെയ്തിട്ടല്ല. അങ്ങനെ നിങ്ങൾ പുസ്തകങ്ങളൊന്നും അധികം വായിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് കാണുന്ന സിനിമകളെ ബേസ് ചെയ്തിട്ടല്ല. എങ്ങനെ നമുക്ക് നമ്മുടെ ഇഷ്ടം മനസ്സിലാവും? നമ്മുടെ കൂടെ നമ്മൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്താൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. സംശയമില്ലല്ലോ ആ കാര്യത്തിൽ. നമ്മുടെ കൂടെ നമ്മൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം. നമ്മുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ നമ്മൾ ഇരുന്നാൽ നമുക്ക് എന്ത് സംഭവിക്കും? ഇപ്പം നിങ്ങൾ ഓരോരുത്തരും ഒറ്റയ്ക്കിരിക്കുക ഒരു മുറിക്കകത്ത്. എന്തിനാ ഒറ്റയ്ക്കിരിക്കണേ? എന്നെ ഒന്ന് അറിയാൻ തീരുമാനിച്ചു. എന്നെ അറിയാൻ തീരുമാനിച്ചാൽ ഞാൻ എന്റെ കൂടെ ഇരിക്കണമല്ലോ, നല്ല എനിക്ക് എന്നെ അറിയുള്ളൂ. അപ്പൊ എന്റെ കൂടെ ഞാൻ കുറച്ചു നേരം ഇരുന്നു. എന്റെ കൂടെ ഞാൻ കുറച്ചു നേരം ഇരുന്നാൽ എന്ത് സംഭവിക്കും? ബോറടിക്കും ഇല്ലേ? എന്റെ കൂടെ ഞാൻ കുറച്ചു നേരം ഇരുന്നാൽ എനിക്ക് ബോറടിക്കും. എന്റെ കൂടെ ഞാൻ ഇരിക്കുമ്പം വേറെ ആരെങ്കിലും ഉണ്ടോ എന്റെ കൂടെ? ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്നെ ബോറടിപ്പിക്കുന്നത് ആരാ? ഞാൻ തന്നെ. എനിക്ക് തന്നെ വലിയ ബോറാണെങ്കിൽ
നിങ്ങൾക്കൊക്കെ ഞാൻ ബോറല്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. എന്റെ കൂടെ ഞാൻ ഇരുന്നാൽ എനിക്ക് ബോറടിക്കും. എന്നെ ബോറടിപ്പിക്കുന്നത് ഞാനാ. അപ്പൊ ഞാൻ എനിക്ക് ഒരു ബോറനാ. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ആരായിരിക്കും? ബോറനായിരിക്കും. അങ്ങനെയാണ് നമ്മൾ ഈ മറ്റുള്ളവർക്കൊക്കെ ബോറന്മാരാവുന്നത്. നമ്മുടെ കൂടെ ഇരിക്കാൻ പറ്റിയല്ല. നമുക്ക് ഇരുന്നാ ബോറടിക്കുക. എന്താ കാര്യം? നമ്മുടെ ഉള്ളിൽ നമ്മൾക്ക് ഇഷ്ടമുണ്ട് എന്ന് അറിയാത്ത പല കാര്യങ്ങളും ഉണ്ട്. നമുക്ക് ഇഷ്ടമല്ലാത്തതുണ്ടാവുമ്പോഴാണല്ലോ ബോറടിക്കുന്നത്. ഇപ്പൊ ഈ പ്രഭാഷണം തന്നെ കുറെ നീണ്ടാൽ നിങ്ങൾക്ക് ബോറടിക്കും. പറയുന്നത് കാര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, നമുക്കിഷ്ടമല്ല എന്നുള്ളതാണ്. നമുക്കിഷ്ടമല്ലാത്തതുണ്ടാകുമ്പോഴാണ് ബോറടിക്കുന്നത്. നമ്മുടെ കൂടെ നമ്മളിരിക്കുമ്പോൾ നമുക്ക് ബോറടിക്കും. അതിന്റെ അർത്ഥം നമ്മുടെ ഉള്ളിൽ നമുക്ക് ഇഷ്ടമല്ലാത്തതും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഓരോ സാധനം ഇഷ്ടമാണ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇഷ്ടമാണോ? നിങ്ങളുടെ ശരിക്കുമുള്ള ഇഷ്ടം നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂടെ കുറച്ചു നേരം ഇരിക്കണ്ടേ? നിങ്ങളുടെ കൂടെ കുറച്ചു നേരം ഇരുന്ന് നിങ്ങളെ തന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിനെയാണ് നമ്മുടെ മഹർഷീശ്വരന്മാര് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞത്. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ വലിയ ബാലികാറാമലയൊന്നുമല്ല. വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാർ കാട്ടിപ്പോയിരുന്ന് ചെയ്യേണ്ടതോ റിട്രീറ്റിന് പോയിരുന്ന് ചെയ്യേണ്ടതോ ഒന്നുമല്ല. റിട്ടയേർഡായി കഴിഞ്ഞിട്ട് ചെയ്യേണ്ടതോ അങ്ങനെ ഒരു ധാരണയുണ്ട് നമ്മുടെ ഇടയിൽ. സ്പിരിച്വാലിറ്റി, അധ്യാത്മികത എന്നൊക്കെ പറഞ്ഞാൽ റിട്ടയേർഡ് ആയിട്ടുള്ള ആൾക്കാർ, ഞങ്ങളിപ്പോൾ അടിച്ചു പൊളിക്കുന്ന ആൾക്കാർ, അതൊക്കെ കഴിഞ്ഞ് വേറെ ഒരു പണിയൊന്നും ഇല്ലെങ്കിൽ റിട്ടയേർഡ് ഭക്തന്മാർ ഒരുപാടുണ്ട് നമ്മുടെ നാട്ടിൽ. നമ്മുടെ മഹർഷീശ്വരന്മാര് ഇതൊന്നും റിട്ടയേർഡ് ആയിട്ടുള്ള ആൾക്കാരെ ഉദ്ദേശിച്ചിട്ട് എഴുതിയിട്ടുള്ളതല്ല, ഒരിക്കലും ടയേർഡ് ആവാത്ത ആൾക്കാരെ കുറിച്ച് ഉദ്ദേശിച്ച് എഴുതിയതാണ്. നമ്മുടെ എല്ലാ പുരാണ ഇതിഹാസങ്ങളിലെ കഥാപാത്രങ്ങളും ചെറുപ്പക്കാരാ, വലിയ പ്രായമൊന്നുമില്ല അവർക്ക്. അപ്പൊ അതുകൊണ്ട് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ വലിയ ആന കാര്യമൊന്നുമല്ല. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം ഉപേക്ഷിച്ചിട്ട് ചെയ്യേണ്ടതല്ല. ലോകത്ത് നന്നായി ജീവിക്കാൻ, നമ്മുടെ സ്കില്ലുകളെല്ലാം നന്നായി ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് നമ്മളെ മനസ്സിലാക്കിയാലേ സാധിക്കൂ എന്നുള്ളത് കൊണ്ട് നമ്മളെ മനസ്സിലാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നീക്കാണ് മെഡിറ്റേഷൻ. മസിൽസ് ഡെവലപ്പ് ചെയ്യാൻ ജിംനേഷ്യത്തിൽ പോകുന്നത് പോലെ, ശരീരത്തിന്റെ ആരോഗ്യസ്ഥിതി നിലനിർത്താൻ കളരി അഭ്യസിക്കുന്നത് പോലെ, ശരീരത്തിന്റെ കംപ്ലീറ്റ് മസിൽസിന് എക്സസൈസ് കിട്ടാൻ നീന്തുന്നത് പോലെ, നമുക്ക് നമ്മുടെ കഴിവുകൾ മനസ്സിലാക്കാൻ അനിവാര്യമായ എസൻഷ്യലായ ഒരു എക്സസൈസാണ് മെഡിറ്റേഷൻ. നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക, നാട്ടുകാർക്കൊന്നും നഷ്ടമൊന്നുമില്ല, ദൈവത്തിന് ഒട്ടും നഷ്ടമൊന്നുമില്ല. നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, നിങ്ങളുടെ ലൈഫ് ഒരു ഡള്ളായിട്ട് മീഡിയോക്കറായിട്ട് പോകുന്നു. ആർക്ക് പോയി? നിങ്ങൾക്ക് പോയി. എനിക്കൊന്നും പോകാൻ പോകുന്നില്ല. കാരണം ഞാനും നിങ്ങളും തമ്മിൽ ഇനി കാണുമോയെന്ന് തന്നെ നമുക്കറിയില്ല.